സുധീഷും രാജേഷും ബാല്യകാല സുഹൃത്തുക്കളും ക്ലാസ്മേറ്റ്സുമായിരുന്നു. രണ്ടുപേരും LKG മുതൽ ഒന്നിച്ച് പഠിച്ചതാണ്. എന്ത് കാര്യവും അവർ ഒരുമിച്ചേ ചെയ്യൂ. രണ്ടുപേരും പരസ്പരം ഒന്നും മറച്ചു വയ്ക്കാറുമില്ല. രാജേഷിൻ്റെ വീട് സുധീഷിന് സ്വന്തം വീട് പോലെയാണ്. രാജേഷിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സുധീഷിന് ആ വീട്ടിലുണ്ട്. അല്പസ്വല്പം കുരുത്തക്കേടുകളും അവരുടെ കയ്യിലുണ്ട്. പോക്കറ്റിലൊരു നയാ പൈസ പോലും ഇല്ലെങ്കിലും രണ്ടുപേരും കാണുന്ന സ്വപ്നങ്ങൾക്ക് ഒരു പരിധിയുമില്ല. സ്വപ്നങ്ങൾ കാണാൻ കാശ് മുടക്കേണ്ട ആവശ്യമില്ലല്ലോ. അനിൽ അംബാനിയും രത്തൻ ടാറ്റയും ഒക്കെയാണ് അവരുടെ താരങ്ങൾ. ലോകം കീഴടക്കാനുള്ള പദ്ധതികളാണ് രണ്ടുപേരും ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും കാശുകാരനാകണം, കാശുണ്ടാക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു അവരുടെ മനസ്സ് നിറയെ. അതിനുവേണ്ടി ഇരുവരും കൂടി യൂട്യൂബ് ചാനൽ വരെ തുടങ്ങി. യൂട്യൂബിൽ രണ്ടുപേരും നന്നായി വെറുപ്പിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. പക്ഷേ വ്യൂസും ഇല്ല, ഏണിങ്സും ഇല്ല. അലങ്കാര മത്സ്യം, പെയിൻറ്റിങ്, കാറ്ററിങ് എന്നു വേണ്ട എല്ലാ ജോലികൾക്കും രണ്ടുപേരും പോകും. ഓരോ രൂപയും സ്വരുക്കൂട്ടി വെക്കും. ഒടുവിൽ സ്വരുക്കൂട്ടിയെ കുടുക്ക പൊട്ടിക്കാൻ നേരമാകുമ്പോഴേക്കും വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം വരും. പണം ആ വഴിക്കങ്ങ് പോകും. പ്രേമത്തിൻ്റെ കാര്യത്തിലും രണ്ടുപേർക്കും ചില ലക്ഷ്യങ്ങളൊക്കെയുണ്ട്. കാശുള്ള വീട്ടിലെ പെമ്പിള്ളേരെയാണ് രണ്ടുപേർക്കും നോട്ടം. ചെക്കന്മാരെ തള്ളിമറിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ പെമ്പിള്ളേർ ജീവനും കൊണ്ടോടും. അതുകൊണ്ട് രണ്ടുപേരും ഇപ്പോഴും സിംഗിളാണ്. കടം മേടിക്കാൻ ഇനി കൂട്ടുകാരൊന്നും ബാക്കിയില്ല. കടം മേടിച്ചാൽ ഇരുവരും തിരിച്ചു കൊടുക്കാറുമില്ല. അതുകൊണ്ട് തന്നെ കടം ചോദിച്ചാൽ കൂട്ടുകാർ ആരും അവർക്ക് കടം കൊടുക്കാറുമില്ല. ഇനി ആരെ പറ്റിക്കുമെന്ന പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യാനാണ് സുധീഷ് രാജേഷിന്റെ വീട്ടിലേക്ക് വന്നത്. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. ഊണ് കഴിഞ്ഞ് രാജേഷിന്റെ അമ്മ ഉറങ്ങുന്ന സമയം. അമ്മയുടെ മുറിയിൽ നേരിയ കൂർക്കമലിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ ശബ്ദമുണ്ടാക്കാതെ രാജേഷിന്റെ മുറിയിലേക്ക് നടന്നു. ചെറിയ വീടാണെങ്കിലും മുറികളൊക്കെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. എല്ലാം അവൻ്റെ അനിയത്തി പെണ്ണിൻ്റെ കരവിരുതാണ്. രാജേഷിൻ്റെ അനുജത്തി രാജി. അവൾ സുന്ദരിയാണ്. അവളൊരു തലതെറിച്ച കാന്താരി പെണ്ണാണ്. സുധീഷിനെ അവിടെ വെച്ച് കണ്ടാൽ അവൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഒപ്പിച്ചു വയ്ക്കും. പിന്നെ അമ്മയുടെ അടുത്തു നിന്നും വഴക്ക് കേൾക്കുമ്പോൾ അവൾ പൊട്ടിച്ചിരിക്കും. ചില നേരത്ത് അവൾക്ക് തന്നോടുള്ള സമീപനവും ചാഞ്ചാട്ടവും കാണുമ്പോൾ സുധീഷിന് സമനില തെറ്റാറുണ്ട്. മറ്റു ചിലപ്പോൾ എല്ലാം കാണിച്ചു തരും. പക്ഷെ കൂട്ടുകാരൻ്റെ പെങ്ങളായി പോയില്ലേ, അപ്പോൾ പിന്നെ അവൾ തൻ്റെയും പെങ്ങളല്ലേ എന്നവൻ മനസ്സിൽ കരുതും. ഇന്ന് കാന്താരിയെ പുറത്തേക്ക് കണ്ടില്ലല്ലോ, അവളിവിടെ ഇല്ലേ? അവൻ മനസ്സിൽ ചോദിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ രാജേഷിൻ്റെ മുറിയുടെ വാതിൽ പതിയെ തള്ളി തുറന്നു. അവൻ അകത്തേക്ക് ഒന്ന് എത്തി നോക്കി. അവന് വിശ്വാസം വന്നില്ല. വിശ്വാസം വരാതെ അവൻ കണ്ണ് തിരുമ്മി വീണ്ടും നോക്കി. അനിയത്തി പെണ്ണിൻ്റെ മുഖം അവൻ്റെ കൃഷ്ണമണിയിൽ പ്രതിഫലിച്ചു. രാജേഷിൻ്റെ മുറിയിലെ കട്ടിലിൽ മലർന്നു കിടന്നുറങ്ങുന്ന രാജിയെയാണ് അവൻ കണ്ടത്. അപ്പോൾ അവനെവിടെ? അവൻ്റെ നെറ്റി ചുളിഞ്ഞു. പിന്നെ അവൻ രാജിയെ നോക്കി. അവളുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ തിളങ്ങുന്നുണ്ട്. ഉച്ചവെയിലിൻ്റെ ചൂട് അകത്തേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. വേണ്ട വേണ്ടാന്ന് മനസ്സ് പറഞ്ഞെങ്കിലും അവൻ്റെ കണ്ണുകൾ വീണ്ടും താഴേക്ക് ഒഴുകിയിറങ്ങി. അവളുടെ പാവാട വല്ലാതെ സ്ഥാനം തെറ്റിയാണ് കിടക്കുന്നത്. വെളുത്തു കൊഴുത്ത കാലുകൾ. അത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ സമനില തെറ്റാൻ തുടങ്ങി. അവൾ എല്ലാം കാണിച്ചു തരുന്നത് പോലെ അവന് തോന്നി. എന്നാലും ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങാൻ പാടുണ്ടോ പെണ്ണെ? കള്ളച്ചിരിയോടെ അവൻ മനസ്സിൽ ചോദിച്ചു. എല്ലാം കാണിച്ചാണ് പെണ്ണിൻ്റെ കിടപ്പ്. അവളെ വിളിച്ചുണർത്തിയാലോ? വേണ്ട, ബോറാവും. ചിലപ്പോൾ അവളുടെ വായിലിരിക്കുന്നത് കൂടി കേൾക്കേണ്ടി വരും. അവൻ കൺഫ്യൂഷൻ അടിച്ച് അവളുടെ എല്ലാം കൊതിയോടെ നോക്കി നിന്നപ്പോൾ അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. പിന്നെ കണ്ണൊന്ന് തിരുമ്മി അവനെ ഒന്ന് നോക്കി. ഉച്ചയുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാൽ ആകെ ഒരു മന്തിപ്പാണ്. ഒറ്റ നോട്ടത്തിൽ ചേട്ടനാണെന്നാണ് അവൾക്ക് തോന്നിയത്. അപ്പോൾ തന്നെ അവൾ സ്ഥാനം മാറിക്കിടന്ന പാവാട താഴേക്ക് താഴ്ത്തിയിട്ടു. വീണ്ടും നോക്കിയപ്പോഴാണ് അത് സുധീഷാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ ചാടി എഴുന്നേറ്റു. അവൻ തൻ്റെ വെണ്ണത്തുടകൾ കണ്ട് വെള്ളം ഇറക്കി നിൽക്കുകയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. നാണത്തോടെ അത് ഓർത്തുകൊണ്ട് അവൾ അവനെ നോക്കി. പിന്നെ ദേഷ്യഭാവത്തിൽ അവൾ ചോദിച്ചു, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു മാനേഴ്സൊക്കെ വേണ്ടേ? അവനൊന്ന് ഞെട്ടി. സോറി, ഞാൻ സാധാരണ വരുന്നത് പോലെ അവൻ വിക്കി പറഞ്ഞു. അവൻ്റെ വെപ്രാളം കണ്ടപ്പോൾ അവൾ മനസ്സിൽ ചിരിച്ചു. ഒരു ഇരയെ കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക്. അല്ലെങ്കിലും അവനൊരു പേടിത്തൊണ്ടനാണെന്ന് അവൾക്കറിയാം. പലതവണ തൻ്റെ എല്ലാം അവന് വേണ്ടി സമർപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴൊക്കെയും അവൻ മാറിക്കളഞ്ഞവാണ്. അതിൻ്റെ ഒരു ദേഷ്യവും അവൾക്ക് അവനോടുണ്ട്. ഇന്ന് ഞാൻ നിന്നെ വിടില്ല. പോരാത്തതിന് എൻ്റെ എല്ലാം നീ കണ്ടതുമല്ലേ, അവൾ മനസ്സിൽ പറഞ്ഞു. ഉടനെ അവൾ ഒരു കള്ളക്കരച്ചിലും പാസാക്കി. എന്തിനാ കരയണേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ, വെപ്രാളത്തോടെ അവൻ ചോദിച്ചു. ഇപ്പോൾ ആരെങ്കിലും വന്നാൽ തൻ്റെ കാര്യം തീർന്നു. തല്ല് കഴിഞ്ഞിട്ടേ ചോദ്യമുണ്ടാകൂ. അമ്മാതിരി കരച്ചിലാണ് പെണ്ണ് കരയുന്നത്. ഞാൻ നല്ല ഉറക്കമല്ലായിരുന്നോ? എന്തെങ്കിലും ചെയ്തോ എന്ന് ഞാൻ എങ്ങനെയാ അറിയണേ? കള്ളക്കരച്ചിലിനിടയിൽ അവളത് ചോദിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിടർന്നു. ഇത് ആരെങ്കിലും ഒന്ന് കേട്ടാൽ മതി. കൂട്ടുകാരും നാട്ടുകാരും ക്യൂ നിന്ന് കൈവയ്ക്കും പൊന്നെ, അവൻ കൈകൂപ്പിക്കൊണ്ട് അവളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജി ഒന്നയഞ്ഞു. അവൾ പെട്ടെന്ന് കരച്ചിൽ നിർത്തി.
അവൾക്ക് അവനോട് അലിവ് തോന്നി. അവളുടെ ചുണ്ടിൽ ചെറിയൊരു നാണം വിടർന്നു. അത് കണ്ടപ്പോൾ അവനും ഒരാശ്വാസമായി. ഞാൻ കുറച്ചൊക്കെ കണ്ടു എന്നുള്ളത് നേരാ, പക്ഷേ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. പാവം ചെക്കൻ, ഇവൻ ഇത്ര മണ്ടനായി പോയല്ലോ. അവൾ കൗതുകത്തോടെ അവനെ നോക്കി. ചേട്ടൻ്റെ സൈക്കിളിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് പുറത്തേക്കൂടി. എല്ലാം ചേട്ടനോട് പറയാനുള്ള പോക്കായിരിക്കുമോ? അവനൊന്ന് ശങ്കിച്ചു. എന്നാൽ ഇന്നത്തോടെ എല്ലാം തീരും. അവൻ താടിക്ക് കൈകൊടുത്തു നിന്നു. രാജേഷ് അകത്തേക്ക് വന്നു. സുധീഷ് അടികൊള്ളാൻ തയ്യാറായി നിന്നു. നീ എപ്പോ വന്നു? രാജി ഒന്നും പറഞ്ഞില്ലല്ലോ. രാജേഷിന്റെ ചിരിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ അവന്റെ മനസ്സിൽ കുളിർമഴ പെയ്തു. ഹാവു, പെണ്ണ് കുരുത്തക്കേടൊന്നും പറഞ്ഞു പിടിപ്പിച്ചിട്ടില്ല. അവൻ ആശ്വാസത്തോടെ കട്ടിലിരുന്നു. ബെഡിലിരുന്നപ്പോൾ നല്ല ചൂട്. പഞ്ഞിക്കെട്ട് പോലുള്ള രാജിയുടെ മാതകമേനി ഞെരിഞ്ഞമർന്ന സ്ഥലമാണ്. അവളുടെ ചൂട് അത് മനസ്സിലാക്കിയതും അവൻ്റെ മനസ്സ് എന്തിനോ വേണ്ടി കൊതിച്ചു. എടാ, നമ്മുടെ പ്ലാനുകൾ ഒന്നും വിജയിക്കുന്നില്ലല്ലോ, ഇനി എന്തു ചെയ്യും? രാജേഷ് അവനോട് ചോദിച്ചു. അപ്പോൾ സുധീഷിൻ്റെ മനസ്സിൽ അല്പം മുൻപ് കണ്ട കാഴ്ചകൾ ഒരു സിനിമാ പടം പോലെ ഓടുകയായിരുന്നു. അവനൊന്നും മിണ്ടാതിരുന്നു. അത് കണ്ടപ്പോൾ രാജേഷ് പറഞ്ഞു, നീ വിഷമിക്കേണ്ടടാ, ഏത് പട്ടിക്കും ഒരു ദിവസം വരും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ആർക്കും നമ്മളെ ഒരു വിലയുമില്ല. പക്ഷെ നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമ്മൾ നേടും, അവൻ പറഞ്ഞു. സുധീഷ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ സങ്കടം കൊണ്ടാണ് എന്നാണ് രാജേഷ് കരുതിയത്. സമയം ശരിയല്ല, രാജേഷ് മനസ്സിൽ പറഞ്ഞു. സുധീഷിൻ്റെ മനസ്സിൽ രാജിയുടെ രൂപം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവളുടെ ഉറക്കവും സ്ഥാനം തെറ്റിക്കിടന്ന പാവാടയും അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനാ? ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ട് പോയാൽ മതി. കാമപരവേശത്തോടെ രാജി അവളുടെ മുറിയുടെ വാതിൽക്കൽ അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് സുധീഷിനെ അവൾ തൻ്റെ മുറിയിലേക്ക് വലിച്ചിട്ടു. ശേഷം വാതിലടച്ച് കുറ്റിയിട്ടു. ഞാനൊന്നും ചെയ്തിട്ടില്ല പെണ്ണെ, അവൻ തലയിൽ തൊട്ട് ആണയിട്ടു. മണ്ടൻ, വേറെ വല്ലവരുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അവളുടെ ആത്മഗതം കേട്ടപ്പോൾ അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഇനി ഇതുപോലെ അനീതിമാരുള്ള കൂട്ടുകാരനുണ്ടോ നിനക്ക്? കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. 2-3 പേരുണ്ട്, അവൻ പറഞ്ഞു. ഇനി അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടോ, നാണത്തോടെ അവൾ പറഞ്ഞു. അതെന്താ? ഒന്നും അറിയാത്തതുപോലെ അവൻ ചോദിച്ചു. നിന്നെ കണ്ടാൽ ആർക്കും ഇഷ്ടമാകും. ഇനി നീ എന്നെ മാത്രം നോക്കിയാൽ മതി, എന്നെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി, നാണത്തോടെ അവൾ പറഞ്ഞു. സുധീഷിന് കാര്യം പിടികിട്ടി. അത്ര പെട്ടെന്ന് പിടികൊടുത്താൽ താനൊരു പെൺകോന്തനാണെന്ന് അവൾ വിചാരിക്കും. അവൻ ചെറിയൊരു ജാടയിട്ടു. അതിന് ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലല്ലോ, അവൻ പറഞ്ഞു. ചേട്ടായി, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഇവൻ എന്നെ അവൾ വിളിച്ചു കൂവാൻ തുടങ്ങിയപ്പോൾ സുധീഷ് അവളുടെ വാപൊത്തി. ചതിക്കല്ല പൊന്നെ, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തു തരാം. അവൻ അവളുടെ കാല് പിടിച്ചു. ഇനി പിടിവിടണ്ട, നാണത്തോടെ അവൾ പറഞ്ഞു. അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. അവളുടെ പാവാടത്തും പുലഞ്ഞു. അവളുടെ രഹസ്യങ്ങൾ അവൻ വീണ്ടും കണ്ടു. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. കാടിയിറങ്ങിയ കൊമ്പൻ കൃഷിയിടത്തിൽ കയറിയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. എന്താടായി കാട്ടണേ? നാണത്തോടെ അവൾ ചോദിച്ചു. കൃഷിക്കാരനല്ലേ മോളെ, നിലമൊരുക്കുക, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അവൾ നാണിച്ച് കണ്ണുകൾ പൊത്തി. അവൻ അവളുടെ വിസ്മയങ്ങളിൽ കൗതുകം നിറച്ചു. അവളുടെ വാർമുടി അഴിഞ്ഞു വീണു. അവൾ ഒരു അപ്സരസായി മാറി. ഹിമാസാഗറിൻ്റെ ചൂളം വിളി കേട്ടു. അവന് ട്രെയിനിനേക്കാൾ വേഗതയുണ്ടെന്ന് അവൾക്ക് തോന്നി. കാറ്റിൽ ഉലയുന്ന നെൽക്കതിർ പോലെ അവർ ആടി ഉലഞ്ഞു. മഴ പെയ്തു തോർന്നത് അവരറിഞ്ഞില്ല. നീയൊക്കെ കാശുള്ള പെൺപിള്ളേരെ മാത്രം പ്രേമിക്കാൻ നടന്നാൽ എന്നെപ്പോലുള്ള പെൺപിള്ളേരൊക്കെ എന്തു ചെയ്യും? ഒടുവിൽ കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. എല്ലാം മനഃപൂർവ്വമായിരുന്നു അല്ലേടി? കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം എൻ്റേതു തന്നെയാണ്, നാണത്തോടെ അവൾ പറഞ്ഞു. കള്ളി, അവൾ നാണത്തോടെ അവനെ നോക്കി. എല്ലാം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാ, ആഴക്കയത്തിലേക്ക് ഊളിയിടുന്ന അവനെ നോക്കി അവൾ പറഞ്ഞു.